നമുക്ക് മറ്റൊരു ദൃശ്യം കാണാം. ഇപ്പോൾ ഇത് തിരുവല്ലയിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ മത്സ്യബന്ധന ബോട്ടുകളിൽ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരെ കൂടി ഇപ്പോൾ അവരെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ജയശങ്കറുണ്ട്. ജയശങ്കർ, ഇതെവിടെയാണ്? ശാരീരികമായ ബുദ്ധിമുട്ടുള്ള മനുഷ്യനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തകർ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി തോണിയിൽ ക്യാമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് ഡോക്ടർ അരുൺ, ഈ പുളിക്കീഴ് പ്രദേശത്തു നിന്നാണ് നമ്മൾ ഈ ബോട്ടിൽ കയറുന്നത്. ഈ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയത് മണിമലയാർ മുറിച്ചു കടന്ന് ആറിലൂടെ കയറിയാണ് ഈ പ്രദേശത്തേക്ക് എത്തിയത്. ആകെ വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ ഏകദേശം ഒരു 65 വയസ്സുള്ള 3 വൃദ്ധരായ ആളുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മത്സ്യബന്ധന ബോട്ടിൽ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ഈ പ്രദേശത്തേക്ക് വളരെ സാഹസികമായി ആണ് എത്തിയത്. ഇപ്പോഴാണ് ഇവിടെ അത്യാവശ്യം ഒന്ന് നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വെള്ളം എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മണിമലയാർ സാഹസികമായി മുറിച്ചു കടന്നാൽ മാത്രമാണ് ഈ പ്രദേശത്തേക്ക് എത്താൻ പറ്റുന്നത്. ഈ പ്രദേശം ആകെ മുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങോട്ടേക്ക് എത്താൻ മറ്റു വഴികളില്ല. മണിമലയാർ മുറിച്ചു കിടക്കുക എന്ന് മാത്രമാണ്. ഇത് മനുഷ്യസാധ്യമായ ഒരു കാര്യവുമല്ല. അതിന് ഇത്തരത്തിൽ യന്ത്രങ്ങളുടെ ബോട്ടുകളുടെയൊക്കെ സഹായം വേണം. അങ്ങനെയാണ് ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരിക്കുന്നത്. ആകെ മുങ്ങിക്കിടക്കുകയാണ് ഈ തിരുവല്ല നഗരപരിധിയിൽ വെള്ളമില്ല എന്നൊഴിച്ചാൽ നഗരത്തിന് പുറത്ത് ഒക്കെ തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ടാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഇത്തരത്തിൽ ഈ ബോട്ടുമായൊക്കെ എത്തി രക്ഷാപ്രവർത്തനം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മേഖല ആകെ ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. നമ്മൾ ചെല്ലുന്നത് ഒരു 3 വൃദ്ധരായ ആളുകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർ വീട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിലൊരാൾക്ക് നടുവിന് പ്രശ്നമുണ്ട്. അങ്ങനെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. എല്ലാം വെള്ളത്തിലാണ് ഡോക്ടർ അരുൺ. ഈ തിരുവല്ല വലിയ തോതിൽ ഈ വലിയ പ്രതിസന്ധി ഇങ്ങനെ നേരിടുന്ന ഒരു അവസ്ഥയാണ്. ഈ ചേട്ടനാണ് ഈ പ്രദേശവാസി. പുള്ളിയാണ് നമ്മളെ ചേട്ടാ, വലിയ പ്രശ്നമാണ് ഇവിടെ. വലിയ പ്രശ്നം മെമ്പറേ, വലിയ പ്രശ്നം. അതെ, ഇവിടെ വലിയ പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈ ഭാഗങ്ങളിലെ 2018 പോലെ വന്നില്ലെങ്കിലും അതിന്റെ ഏകദേശം അടുത്ത് തന്നെ വരുന്നുണ്ട്. ഇതിന്റെ മെയിനായിട്ടുള്ള പ്രശ്നം നമ്മൾ സംരക്ഷണ ഭിത്തിയില്ല ഈ ഭാഗങ്ങളിൽ. അപ്പൊ സംരക്ഷണ ഭിത്തിയില്ല, അതുപോലെ ആറ് നികന്ന് കിടക്കുക. നമ്മൾ പോകുന്ന മറ്റേ 3 പേരുള്ള വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? ഇനി ഇവിടുന്ന് നമ്മൾ റോഡ് മാർഗം പോയാൽ 2 കിലോമീറ്ററോളം ഉണ്ട്. എന്നാൽ നമുക്കിപ്പോൾ റോഡ് മാർഗം പോകാൻ പറ്റത്തില്ല. ഇനി ഇടയ്ക്കുള്ള വഴികളിലൂടെ കയറി മാത്രമേ പോകാൻ പറ്റുള്ളൂ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഈ വെള്ളവുമായിട്ട് പോകുന്നതിന് ഒരു പ്രയാസമാണ്. ചെറുവെള്ളം, പക്ഷേ ഇങ്ങോട്ട് വരെ ഈ വെള്ളം മാത്രമേ ഉള്ളൂ, വേറെ വഴി. ഇനിയിപ്പം മറ്റു വെള്ളത്തിൽ അവരെ കൊണ്ടുവരാൻ പറ്റില്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളുകളെ കൂടി ഇപ്പോൾ രക്ഷിച്ചെടുക്കുന്ന തിരക്കിലാണ്. അപ്പോൾ പലയിടത്തും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ നടക്കുന്നു. രക്ഷാപ്രവർത്തകർ ഫീൽഡിലുണ്ട്, സന്നദ്ധ സംഘടനാ പ്രവർത്തകരുണ്ട്, നാട്ടുകാരുണ്ട്, ഒപ്പം തന്നെ സർക്കാരിന്റെ മേൽനോട്ടവും ഈ കാര്യത്തിലുണ്ട്.